ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്ലാച്ചിപ്പാവ പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം പ്ലാച്ചിയെ തൊട്ട എല്ലാവരും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യം അപ്പാനി പ്ലാച്ചിയെ എടുത്തെറിഞ്ഞു, നെക്സ്റ്റ് വീക്കിൽ അപ്പാനി പുറത്തായി. ഇപ്പൊ രണ്ടാമത് പ്ലാച്ചി എടുത്തെറിഞ്ഞത് ആരാണ്? ഷിയാസ് കരീമാണ്. ഇപ്പൊ ഷിയാസ് കരീം ചെറുതായിട്ടൊന്ന് എയറിലോട്ടൊന്ന് കയറിയിട്ടുണ്ട്. മിക്കവാറും നല്ല രീതിയിൽ ഏറിപ്പോലുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. എന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഷിയാസ് കരീം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസ് വന്ന് ചോദിച്ചപ്പോൾ അഖിൽമാരാറെ നൈസായിട്ടൊന്ന് ചൊറിഞ്ഞിരുന്നു. ഇപ്പം അതിനൊരു മറുപടിയായിട്ട് അഖിൽമാരാറ് വന്നിട്ടുണ്ട്. ആ ചൊറിയുന്ന വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം ഒന്നുകൂടെ ഞാൻ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി അഖിൽമാരാറ് റിപ്ലൈ കാണാം. അഖിൽമാരാർ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു, എറിഞ്ഞതിന് ശേഷം അഖിൽമാരാർ ഒരു കാര്യം അഖിൽമാരാറെ അറിയില്ല കേട്ടോ. ആള് പറയുന്നുണ്ടായിരുന്നു നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മാരാറുടെ കൂടെ അടിച്ച് നിൽക്കാൻ പറ്റത്തില്ലെന്ന്. പണി മാത്രം ചെയ്യാവൂ, ഒരിക്കലും അവിടെ പോയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ചേഞ്ച് ചെയ്യരുന്നു. അഖിൽമാരാർ അതിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് എനിക്ക് കുറച്ച് പറയാനുള്ളത്? എനിക്ക് ഇത് സീസണില് ആ ശോഭയുള്ളതുകൊണ്ട് ജയിച്ച അഖിൽമാരാണ് പറഞ്ഞത്, അല്ലാതെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന്. അപ്പോ ഈ അനുമോളുടെ പ്ലാച്ചിപ്പാവ എടുത്തെറിഞ്ഞതിനെ തുടർന്ന് അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എടുത്ത് കിടക്കുന്നത് ശരിയായി. ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവർ അകത്തോട്ട് പോകേണ്ടത്, ആ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞാണ് പുള്ളി ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ അതിന് എഗനിസ്റ്റ് ആയിട്ട് റിപ്ലൈ ആണ് പുള്ളി കൊടുത്തത്. അഖിൽമാരാറെ അങ്ങ് പുച്ഛിച്ച് തള്ളുന്ന രീതിയിൽ അഖിൽമാരാറെ അറിയത്തില്ല, ശോഭ ഉണ്ടായതിന്റെ പേര് മാത്രമാണ് അഖിൽമാരാർ ടൈറ്റിൽ വിൻ ചെയ്തത് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഇത് കാണുന്ന ആർക്കാരും കൊള്ളുമല്ലോ, അഖിൽമാരാർക്കും കൊണ്ടു. അപ്പോ അഖിൽമാരാർ ഇപ്പൊ ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കോമഡി ഉണ്ട്, വല്ല കാര്യം ഉണ്ടായിരുന്നു. മേളിക്കൂടെ പോയ സാധനം ഏണി വെച്ച് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതാണ് സെറ്റപ്പ്. ഞാൻ വീഡിയോ ഒന്ന് വെക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പ്രമുഖ മോഡൽ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് എന്നെ പറ്റി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാരാരാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. അത് കറക്റ്റാണ്, ഷിയാസ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അലിൻ ജോസ് പെരേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിന് എന്നെ അറിയാൻ യാതൊരു വഴിയുമില്ല. അലിൻ ജോസ് പെരേരയുടെ ആത്മസുഹൃത്ത്, അതിനേക്കാളും വലിയൊരു നാണക്കേട് എനിക്ക് കിട്ടാനില്ല. എന്താണെങ്കിലും സൂപ്പർ സ്റ്റാർ AGPക്ക് ഒരു ഫ്രീ പ്രൊമോഷൻ ആയിട്ടുണ്ട്, ബാക്കി കേൾക്കാം. പക്ഷെ അഖിൽ കോട്ടാത്തിലെ ഷിയാസിന് അറിയാം. അതിന്റെ കാരണം ഞാൻ പറയാം. പണ്ട് ദിലീപേട്ടന്റെ പുട്ടുകടയിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക്, പക്ഷേ ഷിയാസിനെ അറിയത്തില്ല. കാര്യം ഞാൻ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഷിയാസിനെ അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിയാസ് എന്നോട് വന്ന് സംസാരിച്ചു. ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്നുള്ള അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്റെ കയ്യിൽ നമ്പർ മേടിച്ചു. ഞാൻ പിന്നീട് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ, അപ്പൊ എന്റെ അന്നത്തെ പേര് അഖിൽ കോട്ടാത്തല എന്നുള്ള പേരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഖിൽ കോട്ടാത്തല എന്നായിരിക്കും ഒരു പക്ഷേ അന്ന് എന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പൊ ഈ അഖിൽ കോട്ടാത്തലയായ സിനിമ ചെയ്യാൻ പോകുന്ന സംവിധായകനോട് വളരെ സ്നേഹത്തോടെ, ചേട്ടാ എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തരണം എന്ന് നിരവധി പ്രാവശ്യം പറയുകയും പിന്നീട് മാമാങ്കം സിനിമയിൽ നിന്ന് ഈ ഷിയാസിനെ അടിച്ചു പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു മാമാങ്കത്തിൽ. മമ്മൂക്കാടെ മറ്റേ മാമാങ്കം ഇല്ലയോ, ഇങ്ങനെ ചാടി കുതിച്ച് വന്നിട്ടില്ല, വെടിവെക്കുന്ന അമ്മ ചെയ്യുന്ന മാമാങ്കം. അയ്യോ, അതിനകത്ത് അഭിനയിക്കാതിരിക്കുന്ന കാര്യമായി, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വിലയും കൂടെ പോയത്. ഞാൻ അവർ അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ ഷിയാസ് എന്നോട് പറഞ്ഞത് മാമാങ്കത്തിൽ ഭയങ്കര വലിയ വേഷമൊക്കെ കിട്ടി, പക്ഷെ ഞാൻ അതുപോലെ ഞാനൊന്ന് വേണ്ടെന്ന് വെച്ച ആളാണ്. പക്ഷെ എനിക്ക് നമ്മുടെ കള്ള ഇച്ചിരി മയത്തിലൊക്കെ തള്ള കേട്ടോ. പടത്തിൽ ഡയലോഗ് ഇല്ലെങ്കിലും അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഷിയാസ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പോ മാമാങ്കത്തിന്റെ വേഷം കളഞ്ഞിട്ട് അഖിൽമാരാറിന്റെ സിനിമയിൽ ഡയലോഗ് ഇല്ലെങ്കിലും അഭിനയിക്കാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഷിയാസ് കരീം എന്നാണ് അഖിൽമാരാർ ഇരുന്ന് പറയുന്നത്. ആ അഖിൽമാരാറെ അറിയില്ല എന്നാണ് ഷിയാസ് കരീം എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത്. എന്താണെങ്കിലും 2 പടവും പൊട്ടിയ പടമാണ്. അതിനകത്ത് അഭിനയിച്ചിരുന്നെങ്കിൽ അന്നേ ഫീൽഡ് ഔട്ട് ആയി പോയേനെ. സൂപ്പർ 2 പടങ്ങളായിരുന്നു രണ്ടും. ബാക്കി കേൾക്കാം. അഖിൽമാരാരെ അറിയത്തില്ല. കാര്യം പിന്നീട് ഷിയാസ് പോയി പരാജയപ്പെട്ട് വന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയി വിന്നറായി. വിന്നറായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷിയാസ് പറഞ്ഞു, ശോഭ ഉണ്ടായതുകൊണ്ട് ഞാൻ വിന്നറായല്ലോ എന്ന് പറഞ്ഞു. ശോഭ ഒന്നുകിൽ ശോഭ അത്രയും മോശം സ്ത്രീ, കാരണം ശോഭയെ പോലെ ഒരു പരാജയപ്പെട്ട മത്സരാർത്ഥിയെ തോൽപ്പിച്ചവനെ ഇവിടെ എന്തിനാണ് ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഇന്നലത്തെ 2 ദിവസം കൊണ്ട് ശോഭ എന്താണെന്ന് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലായി. സത്യമാണ്, ശോഭ എന്തിനാണ് അതിന്റെ അകത്തോട്ട് പോയത്? അനീഷ് വരെ ഇന്നലെ ഇരുത്തി കരയിപ്പിച്ച് വിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, കണ്ടസ്റ്റന്റ് ആയിട്ട് പോയതല്ല, ചലഞ്ചർ ആയിട്ട് പോയതാണ്. ചലഞ്ചർ ആയിട്ട് പോയ വ്യക്തിയെ അതിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റ് അവന്റെ ഗെയിം വെച്ച് തളർത്തിക്കളഞ്ഞ്, അതും കൂടാതെ ടാസ്കും കുളവാക്കി, പുറത്തുള്ള കാര്യങ്ങളൊക്കെ അകത്തും പോയി പറയുകയും ചെയ്ത്, എന്തിനാണെന്ന് പോലും മനസ്സിലാവാതെ അതിന്റെ അകത്തോട്ട് കയറി വെറുതെ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ. അതാണ് ശോഭ സുരേന്ദ്രൻ. സോറി, ഈ സുരേന്ദ്രൻ എന്നാണ് ഇപ്പോഴും വരുന്നത്, ശോഭ വിശ്വനാഥ്. ഓക്കെ,
എനിക്ക് സത്യത്തിൽ കുറച്ചുകൂടെ അഭിമാനമേ ഉള്ളൂ. ശോഭയെ പോലൊരു മത്സരാർത്ഥിയെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ. ശോഭ പോലും 4ാം സ്ഥാനത്താണ്. അവിടെ ജുനൈസിനെയും റിനീഷയെയും ഷിയാസ് മറന്നുപോയതിൽ എനിക്ക് വിഷമമുണ്ട്. 4ാം സ്ഥാനത്ത് വന്ന ഒരാളെ അല്ല ഞാൻ പരാജയപ്പെടുത്തിയത്. എനിക്ക് കിട്ടിയ വോട്ട് ഷിയാസ് ഒന്ന് ചുമ്മാതെ പോയി പരിശോധിക്കും. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അലൻ ജോസ് പെരേരയുടെ ഫ്രണ്ടായ ഷിയാസ് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ അലിൻ ജോസ് പെരേരയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്? അവൻ ആ നാറിക്ക് എന്തിനാണ് വെറുതെ ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത്? ഷിയാസിനെ നാറ്റിക്കാനാണെങ്കിലും അവൻ ഇതൊരു ഗപ്പായിട്ടാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? തന്തയ്ക്ക് വിളിച്ചാലും തള്ളക്ക് വിളിച്ചാലും എനിക്ക് വൈറലായാൽ മതി എന്ന് പറയാൻ നടക്കുന്ന ഒരുത്തരാണ് ഈ അലിൻ ജോസ് പെരേര. അവന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതിനേക്കാളും വലിയ അപരാധം വേറെ ഇല്ല. അതിനേക്കാളും വേറെ അവൻ തന്തയ്ക്ക് അങ്ങ് പച്ചയ്ക്ക് വിളിക്കുന്നതായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഈ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽമാരാർ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സത്യമാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ. കാര്യം ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പീഡന കേസ് കേരള ആക്ടർ ഷിയാസ് കരീം അറസ്റ്റഡ് ഇൻ ചെന്നൈ. പോലീസ് ബ്രിങ്ങിങ് ഹിം ടു കാസർഗോഡ്. അറസ്റ്റ് കണക്ഷൻ വിത്ത് റേപ്പ് ആൻഡ് ചീറ്റിംഗ് കേസ് ഫൈൽഡ് ബൈ. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിച്ച് സമാധാനമായല്ലോ. ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പം മിണ്ടാതെ അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ബാക്കിയോടെ കാണാം. കേസ്, അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് എനിക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ ഞാൻ ചെയ്യുന്നത് എന്താണ്? അടുത്ത എന്താണ്? മാതൃഭൂമിനകത്ത് വന്നെയാണ് വുമൺ റിപ്പീറ്റഡ്ലി റേപ്ഡ് ഫോഴ്സ്ഡ് ടു അണ്ടർഗോ അബോർഷൻ. ഷിയാസേ മാറിയല്ലോ ഷിയാസേ. ഇതൊക്കെ ആൾക്കാർ മറന്നിരുന്ന കാര്യമാണ്. വെറുതെ പോയി തലവെച്ച് കൊടുത്ത്. ഞാൻ സർക്കാർ കാണിക്കുന്ന നെറുകേടുകൾക്കെതിരെ പറയും. മുഖ്യമന്ത്രി കാണിക്കുന്ന തെറ്റുകൾക്കെതിരെ ഞാൻ ചൂണ്ടിക്കാണും. അങ്ങനെ ഒരു വലിയ സിസ്റ്റത്തിനെതിരെ ഞാൻ പലപ്പോഴും ഒരു പോരാട്ടം നയിക്കുന്നതൊക്കെ ലൈം ലൈറ്റിലേക്ക് മാറും. ഇപ്പൊ ഏഷ്യാനെറ്റിലും ബിഗ് ബോസിലും തെറ്റുകൾ സംഭവിച്ച സമയത്ത് അവിടുത്തെ അണിയറ പ്രവർത്തകർക്കിടയിൽ അതിന്റെ പിന്നണിയിൽ നിന്ന ഉന്നതർക്കെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ കാല് നക്കി ഏത് വിധനെയും ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന്റെയും മറ്റും പുറകെ നടന്ന സമയത്ത് രാജാവ് നഗ്നനാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അവിടെ തെറ്റുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി. എനിക്ക് എന്നും അന്നും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോടും ഏറ്റവും വലിയ സ്നേഹം. നമ്മൾ ചൂണ്ടിക്കാണിച്ച പോരായ്മകളായിട്ട് തന്നെ മനസ്സിലാക്കുകയും അത്തരം തെറ്റ് ചെയ്തവരെ ആ ചാനലിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ അഭിമാനം തോന്നി. കഴിഞ്ഞ സീസണിൽ നടന്ന കോലാഹലങ്ങൾ നിങ്ങൾ കണ്ടതാണല്ലോ. മറ്റേ സിബിന്റെ ഇഷ്യൂ, സിബിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ അലിഗേഷൻ, പോലീസ് കേസ്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരുന്ന പലരെയും മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അന്ന് അതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു വന്ന വ്യക്തിയാണ് അഖിൽമാരാർ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഷോയെ തള്ളി പറഞ്ഞിട്ട് ആ ഒരു ഷോയിലോട്ട് ആ തള്ളി പറഞ്ഞ വ്യക്തികളെ ഇവർ ക്ഷണിക്കത്തില്ല. ബട്ട് ഈ തവണ അഖിൽമാരാറിന്റെ ഒരു സിനിമ, അതൊരു ചെറിയ സിനിമ റിലീസായ സമയത്ത് അതിന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് വന്ന് അത് ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഏഷ്യാനെറ്റ് തന്നെ അന്ന് അഖിൽ ഉന്നയിച്ച പല കാര്യങ്ങളും ശരിയായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് അഖിലിന് പിന്നെയും ബിഗ് ബോസ് ഹൗസിലോട്ട് കയറാൻ ഒരു അവസരം കൊടുത്തത്. മനസ്സിലായ? അല്ലെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ഒരു അവസരം അവരെ ആ ഷോയെ തള്ളിപ്പറഞ്ഞ ആ ഒരു ചാനലിനെതിരെ സംസാരിച്ച ഒരു വ്യക്തിക്ക് കൊടുക്കൂല. അതൊന്നും വർക്കാവത്തില്ല. കാരണം ഏത് വിധേനയും മുന്നോട്ട് പോകാൻ ആരുടെയും കാര്യം നോക്കി പോകേണ്ട ഷിയാസിനെ സംബന്ധിച്ച് ലൈം ലൈറ്റിൽ നിൽക്കാൻ അധോലോക പ്രവർത്തനങ്ങൾ ചെയ്യണം. സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങൾക്ക് ഷിയാസിന്റെ അടുത്തെന്താണ്? ഷിയാസ് കരീം സ്വർണ്ണക്കടത്തോ? ആരാണ് അനസ് പെരുമ്പാവൂർ? എല്ലാം വിശദീകരിച്ച് തരാം. നടൻ ഷിയാസ് കരീമിന് ഗുണ്ടാ നേതാവായ അനസ് പെരുമ്പാവൂരുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി ഔറംഗസേബ് എന്നയാള് രംഗത്ത് എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ കേരളത്തിൽ നിന്ന് മുങ്ങിയ അനസ് ദുബായിൽ നിന്ന് സ്വർണ്ണക്കടത്ത് ലക്ഷ്യമിടുന്നു. എന്റെ പൊന്നെ, ആണ്ട ഷിയാസേ, എന്തൊക്കെയോ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആരോ എന്നോ മറന്നുപോയ സാധനമായിരുന്നു. ഏതാണ്ട് 2024 മാർച്ച് 25 നടന്ന സംഭവം കണ്ടാണ്. ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ വീണ്ടും പറയുന്നു, മിണ്ടാതങ്ങിരുന്നാ പോരായിരുന്നോ? എന്തിന്റെ കേടായിരുന്നു? അഖിൽമാരാർ ആരായിരുന്നു ചോദിച്ച സമയത്ത് ആ പട്ടി ഷോ കാണിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എരന്ന് മേടിച്ചോ, ഇത് അർഹിക്കുന്നു. ഈ അലിഗേഷനൊക്കെ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എടുത്ത് പൂത്തിപ്പൊക്കെ പിന്നെയും കൊണ്ടുവന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്തായാലും ചത്ത പോലെ കടന്നു, അതായിരിക്കും നല്ലത്. ഇനി വാവക്കാൻ നിക്കണ്ട, പിന്നെയും തലമണ്ടക്കിട്ട് കിട്ടും. അതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ ചത്ത പോലെ കിടക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് ലൈം ലൈറ്റ് നിൽക്കാനുള്ള ഒരു കഴിവില്ലായ്മ എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇനിയും ഇങ്ങനെ ചെയ്യും കേട്ടോ. ഷിയാസ് തെറ്റുകൾ കാണുന്ന സമയത്ത് ഞാനിങ്ങനെ തുറന്നു പറയും. അങ്ങനെ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഞാൻ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു കാര്യം ചെയ്യൂ, ഷിയാസ് നാളെ ചെയ്യൂ. ഷിയാസിന്റെ നാട്ടിലെ ഒരു
MLA തെറ്റ് ചെയ്യുന്ന സമയത്ത് ഷിയാസ് ഒന്ന് സംസാരിക്കൂ. അതിനുള്ള കഴിവ് വേണ്ടേ? കഴിവുണ്ടെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റൂ. ആരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മസിലും ബുദ്ധിയും കൂടെ ഒരുമിച്ച് കൊടുക്കൂലെന്ന്. അതിനെനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, ഇവന് മസിൽ മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരുമ്പോൾ ഷിയാസ് സംസാരിക്കും. അങ്ങനെ ഷിയാസിന് ലൈംലൈറ്റിലേക്ക് വരാനുള്ള സ്പേസ് ഇല്ലേ? അലൻ ജോസ് പെരേരയുടെ ഫ്രണ്ടായ ഷിയാസിന് എന്നെ അറിയാത്തത്. വീണ്ടും അലൻ ജോസ് പെരേര. എന്റെ പൊന്നെ, ഇതോടെ കൂട്ടി 3ാമത്തെ തവണയാണ് ആ നാരിയുടെ പേര് ഞാൻ അടുത്ത് പറയുന്നത്. എനിക്ക് അവനെ കണ്ണെടുത്താൽ കണ്ടൂടെ. എന്തിനാണ് അവന് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത്? അവനിപ്പോ ആഘോഷിക്കുമായിരിക്കും. എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല. കാരണം അദ്ദേഹത്തെ പോലുള്ളയൊക്കെ ആൾക്കാർ നമ്മളെ അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും നിന്നാൽ പോരാ. ബിഗ് ബോസിലെ വിന്നറൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയത്തില്ല. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പുള്ളി ചേട്ടാ കൺഗ്രാറ്റ്സ്, നിങ്ങൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തൂക്കി പിന്നെയും തൂക്കി. ബിഗ് ബോസ് സമയത്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞ് മെസ്സേജ് അയച്ച ഷിയാസിന് അഖിൽമാരെ അറിയത്തില്ല. നാണമുണ്ടോ? അതിന്റെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ വീട്ടിൽ അറിയല്. അയ്യോ, ഇത് മിക്കവാറും ശോഭ എഫക്ട് ആവാനാണ് സാധ്യത. ശോഭയുടെ കൂടെ ആയിരുന്നല്ലോ അകത്തോട്ട് പോയത്. ശോഭ കുത്തിത്തിരിക്കി ഇട്ടതായിരിക്കും. അഖിൽ എന്ന് പറയുന്നവർ ഇപ്പൊ അവിടെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് 2 കൊടുത്തേക്കാൻ. ശോഭയ്ക്ക് പണ്ടേ അഖിൽമാരെ കണ്ടുകൂടല്ലോ. അതുകൊണ്ട് അങ്ങനെ മറുപടി പറയാൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രഗത്ഭ മോഡൽ പോയിട്ട് റാംബാക്ക് നടത്തുക, തിന്നുക, കുടിക്കുക, ജീവിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, കൂടുതൽ മസിൽ ഉണ്ടാവട്ടെ, തലച്ചോറ് വികസിച്ചില്ലെങ്കിൽ മസിൽ വികസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി ഷിയാസ്, നന്ദി, ഒരുപാട് നന്ദി. വളരെ സൈലന്റ് ആയിട്ട് വന്ന് അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടങ്ങ് പോയി. ഷിയാസ് ഇപ്പൊ വിചാരിക്കുമായിരിക്കും, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാര് ആ ഓൺലൈൻ മീഡിയ അവന്മാരാണ്. അവന്മാര് നൈസായിട്ട് അങ്ങ് കത്തിച്ചങ്ങ് വിട്ട് അതിന്റെ ഒരു മൂച്ചിന് അണ്ണം കയറിയൊക്കെ പറഞ്ഞതാ. നല്ല കാര്യം ഉണ്ടായിരുന്നു. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി, പുള്ളിയുടെ പല സ്റ്റേറ്റ്മെന്റ്സിനോടും യോജിപ്പും ഉണ്ട്, വിയോജിപ്പും ഉണ്ട്. പക്ഷെ ആസ് എ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് നിലയിൽ പുള്ളി 100 അല്ല 150 അല്ല 200% ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് വിന്നർ ആണെങ്കിൽ അതിനകത്ത് ഒരു സംശയവും ഇല്ല. പുള്ളിയുടെ സീസണിൽ ബാക്കി വന്ന ടീംസ് ഒക്കെ പാഴികളായതുകൊണ്ട് പുള്ളി വളരെ ഈസി ആയിട്ടുള്ള കേക്ക് വാക്ക് നടത്തി ചെന്ന് കപ്പടിച്ച പോലെ കപ്പടിച്ചു. കുറച്ചും കൂടെ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. സോ ഇപ്പോഴും ആ ഒരു കാര്യത്തില് ഇപ്പൊ ജിൻഡോയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അഖിൽമാരൊക്കെ എന്തുവാടേ, അങ്ങനെയൊക്കെ പൊളിയാണ്. അങ്ങനെയുടെ വായിച്ചൊന്നും പെട്ട് കഴിഞ്ഞാൽ സംസാരിച്ച് നിൽക്കാൻ പോലും പറ്റില്ല പലർക്കും. ഭയങ്കര വായത്താണുള്ള പല ആൾക്കാരും ഇത് ഉരുകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അഖിൽമാരാണ് ഇന്ന് ശരിക്കും കണ്ട് വന്ന് മേടിച്ച് കൂട്ടിയൊക്കെ ഉണ്ട്. എന്നാലും സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങും. ബിഗ് ബോസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, ക്ഷീണം കാണും. എന്താണെങ്കിലും ഇപ്പൊ ഇതിന്റെയും കൂടെ ചെറിയൊരു ക്ഷീണം കൂടെ കാണും. 2 ദിവസം ഉറങ്ങി അങ്ങോട്ട് എണീറ്റ് സോഷ്യൽ മീഡിയ അങ്ങോട്ട് കയറാതെ ഇരിക്കുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയൊരു സമാധാനം കിട്ടും. ഉള്ളതും കൊണ്ട് മേടിച്ചോണ്ട് പോവുക. ഇനി ഇതിന്റെ റിപ്ലൈ ആയിട്ട് വന്ന് പിന്നെയും നാറാതിരിക്കുക. ബുദ്ധി ഉണ്ടെങ്കിൽ വരത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെയും വരും, പിന്നെയും മേടിച്ചു കൂട്ടാനുള്ള സാധ്യത കാണുന്നു. അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.